ബാലറ്റിന് ബുള്ളറ്റിനേക്കാൾ ശക്തിയുണ്ടെന്നാണല്ലോ പറയാറ്. അതെ, ഇന്ന് നമ്മുടെ ദിവസമാണ്. അപ്പോൾ ഇന്നെന്താ മക്കളെ വിശേഷം? ഇന്നല്ല മക്കളെ വിശേഷമുള്ളത്. ഏപ്രിൽ 9 പ്രായപൂർത്തിയായ ഏതൊരു പൗരനും വോട്ട് ചെയ്യാനുള്ള ഈ സുവർണ നിമിഷം. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണല്ലോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇന്ന് ഞങ്ങൾ രണ്ടാളും എത്തിയിരിക്കുന്നത് കക്കാട് സ്കൂളിലാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ ബൂത്തിൽ തന്നെയായിരുന്നു വോട്ട് ചെയ്യാനുണ്ടായിരുന്നത്. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴേക്കും വരാമെന്ന് കരുതി. പക്ഷേ അപ്പോഴും നല്ല തിരക്കായിരുന്നു അവിടെ. കാലിന് ചെറിയൊരു കെട്ടുണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് വരി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു സൈഡിൽ അങ്ങനെ ഒതുങ്ങിയടി ഇരുന്നു. മുമ്പത്തെ ആളോട് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ ഞാനിവിടെ വന്നിരുന്നത്. അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ സ്ഥലം കിട്ടിയില്ലെങ്കിലോ. കുറേ കാലത്തിന് ശേഷം നമ്മൾ അറിയുന്നവരൊക്കെ കണ്ടുമുട്ടിയ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. എല്ലാവരോടും സൗഹൃദമൊക്കെ പുതുക്കി. ഏത് പാർട്ടി ജയിച്ചാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ പാർട്ടി നോക്കിയിട്ടല്ല ഞാൻ ആർക്കും വോട്ട് ചെയ്യാറുള്ളത്. ആളുടെ വ്യക്തിത്വം നോക്കിയിട്ടാണ്. അയാൾ നമ്മുടെ നാടിനെ ഭരിക്കാനും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യാനും കഴിയുന്ന ഒരു പ്രാപ്തിയുള്ള ആളാണോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് ഞാൻ ആർക്കും വോട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് വന്നിട്ടോ മിന്നൂസിനും കിട്ടിയിട്ടോ ഒരു വോട്ട്. പ്രായപൂർത്തിയാകാത്ത ഞങ്ങളുടെ മിന്നൂസിനും കിട്ടിയിട്ടോ വോട്ട് ചെയ്തതിൻ്റെ ഒരു അടയാളം. അങ്ങനെ പോളിംഗ് ബൂത്തിൽ നിന്ന് ഞങ്ങളിതാ തിരിച്ചിറങ്ങി. തിരിച്ചു പോകുന്ന വഴി കുട്ടികൾ കുറേ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്, മിഠായിയൊക്കെ. അങ്ങനെ അവിടുന്ന് കുറച്ച് ആൾക്കാർ ഞങ്ങളെ ഫ്രണ്ട്സ് മിഠായും അതുപോലെ തന്നെ മാങ്ങയൊക്കെ വാങ്ങി തന്നു. അതൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്നു. സ്ലിപ്പും കാര്യങ്ങളൊക്കെ മറന്നു വന്നവരുണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന് നമ്മളെ കൗണ്ടറിൽ ചോദിച്ചാൽ അവർ എടുത്തു തരും കേട്ടോ. ഏതായാലും ഒരു നാടിൻ്റെ മൊത്തം പ്രതീക്ഷയായിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ ഇലക്ഷനും നടക്കുന്നത്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഏതായാലും ജയിക്കുന്നവരാരായാലും തന്നെ നമ്മുടെ നാടിനെ നല്ല രീതിയിൽ ജനങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആൾ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.